ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. 2 വീക്സായിട്ട് എനിക്ക് നല്ല പനിയായിരുന്നു. അത് ഡസ്റ്റ് അലർജിയാണ്. എനിക്ക് ഡസ്റ്റ് സാധിക്കില്ല. എവിടെയെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് പനി വരും. അതൊരു മിനിമം 2 വീക്സ്, മാക്സിമം 1 മന്ത് വരെ ആ പനി ഉണ്ടാവും. അപ്പോൾ 2 വീക്സ് മുമ്പ് എനിക്കിതുപോലെ ഡസ്റ്റ് തട്ടിയത് കാരണം ഒരു പനി സംഭവിച്ചു. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ കാര്യം എന്ന് പറയുന്നത്, ഈ പനി വന്ന് 1 വീക്ക് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായി. ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായപ്പോൾ ഞാൻ പ്രത്യേകിച്ച് മെഡിസിനൊന്നും എടുത്തില്ല. ഞാനിവിടെ വിക്സ് ചൂടുവെള്ളം, കാരണം എന്ന് വെച്ചാൽ ഈ ജാനുവരി മുതൽ ഞാൻ എവരി മന്ത് ഇങ്ങനെ എന്തെങ്കിലും പൊടിയുടെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പോയി ആൻറ്റിബയോട്ടിക് എടുക്കും. അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചു അത് നല്ലതല്ല. അങ്ങനെ ലാസ്റ്റ് ടൈമിൽ ഡോക്ടർ ഒരു 3-4 മാസം മുമ്പ് എനിക്ക് നോർമൽ മെഡിസിൻ തന്നിട്ട് പറഞ്ഞ് അങ്ങനെ ശീലമാക്കരുതെന്ന് ആൻറ്റിബയോട്ടിക്. അതുകൊണ്ട് ഈ പ്രാവശ്യം പനി വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ പോയില്ല. ഞാൻ തന്നെ ഇങ്ങനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കി. കൂടുവാണെങ്കിൽ മാത്രം ഡോക്ടറെ കണ്ടാൽ മതിയല്ലോ എന്ന് കരുതി. അങ്ങനെ എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം വന്നപ്പോൾ എൻ്റെ നീസ് വിളിച്ചിട്ട് പറഞ്ഞു, നന്നായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടല്ലോ, രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, ഇവിടെ കൊച്ചിയല്ലേ, ഇനി ചുറ്റുവട്ടം ഒരുപാട് ഹോസ്പിറ്റലുണ്ട്, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വിളിച്ച് ഒരു ആംബുലൻസിന് പറയാം, അവരൊന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ടും എനിക്ക് നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് വർഷം മുമ്പ് എൻ്റെ ചേച്ചി ഗൾഫിലായിരുന്നപ്പോൾ ചേച്ചിക്ക് ICUലായിരുന്നു, സുഖമില്ലാതെ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പ്രയർ റിക്വസ്റ്റ് ചെയ്യുന്നത് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിളിക്കും, ബോബി അച്ഛനെയും വിളിക്കും. അങ്ങനെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രയർ റിക്വസ്റ്റിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന ഒരു പ്രയർ ഭയങ്കര അത്ഭുതമാണ്. ഈശോയെ, അങ്ങയുടെ 5 തിരുമുറുകളുടെ തിരിച്ചുവരയാൽ എൻ്റെ രോഗത്തിൻ്റെ പേര് പറഞ്ഞ് രോഗത്തെ നിർവീര്യമാക്കണമേ, എന്നിട്ട് ബൈബിൾ വായിക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചേച്ചിക്ക് ആ മെസ്സേജ് അയച്ചു കൊടുത്തു. ചേച്ചി അങ്ങനെ ബൈബിൾ വായിച്ചു. ചേച്ചിക്ക് അങ്ങനെ പെട്ടെന്ന് ചേച്ചിക്ക് അസുഖം അത് കുറയുന്നതായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. ചേച്ചി സുഖമായി. ഇതുപോലെ ആ പ്രയർ ഞാൻ ഒരുപാട് പേർക്ക് നിർദ്ദേശിക്കാറുണ്ട് കേട്ടോ. ആരെങ്കിലും സുഖമില്ലെന്ന് പറഞ്ഞാൽ ഈ പ്രയർ ചൊല്ലണം, ഞാൻ അന്ന് മുതൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാനും അന്ന് ഇങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലം വന്ന സമയത്ത് ഞാനും ഇതേപോലെ ആ പ്രയർ ചൊല്ലാൻ തുടങ്ങി. ഈശോയെ, 5 തിരുമുകളോട് തിരിച്ചു പറയാ, എൻ്റെ ബ്രീത്തിങ് പ്രോബ്ലത്തെ നിർവീര്യമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോപ്പാടെ മുഖത്തോട്ട് നോക്കി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 5 മിനിറ്റ് അത്രയും സമയം മാക്സിമം എടുത്തിട്ടുണ്ടാവും. എനിക്ക് എന്നിൽ നിന്ന് ബ്രീത്തിങ് പ്രോബ്ലം പോയത് ഞാൻ അറിഞ്ഞു. കാരണം വെച്ചാൽ നീസ് എന്നെ വിളിക്കുമ്പോഴേ അതാണ് പറയുന്നത്, നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്, സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അറിയപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോഴും എനിക്കും അറിയാം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ ആ പ്രയർ ചൊല്ലി 5 മിനിറ്റിനുള്ളിൽ സൗഖ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് പിന്നെ ഞാൻ എന്ത് ഈ നന്മ കിട്ടിയാലും എനിക്ക് ദൈവമഹത്വത്തിനായി അതെന്ന് ആൾക്കാരോട് പറയണം, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനായിട്ട് ഞാൻ ഈശോപ്പാട് പറഞ്ഞു, ഞാനിത് സോഷ്യൽ മീഡിയയിലൂടെ ഞാനിത് ഷെയർ ചെയ്യുമെന്ന്. പക്ഷേ ഇത്രയും നാളും ഞാനങ്ങ് ഭയങ്കര ടയേർഡ്, ക്ഷീണം. ഇന്നാണ് ഇപ്പോൾ ചർച്ചിലൊന്ന് പോയി രാവിലെ 7 o'clock മാസിന് പോയിട്ട് വന്നത്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇന്നിനി എന്നാലും എനിക്ക് ക്ഷീണമുണ്ട്, കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം പനിയുടെ ക്ഷീണമുണ്ട്, വോയിസ് അത്രയ്ക്കും ഓക്കെ ആയിട്ടില്ല. എന്നിരുന്നാലും എൻ്റെ ബ്രീത്തിങ് പ്രോബ്ലം എടുത്ത് മാറ്റിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞും കൊണ്ടാണ് ഞാനിത് ഈ ഒരു സാക്ഷ്യം പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം, ബുദ്ധിമുട്ടോ എന്തെങ്കിലും വന്നാലും ഈ പ്രയർ ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. തീർച്ചയായിട്ടും ഉടനടി സൗഖ്യം കിട്ടുന്ന ഒരു പ്രയറായിട്ടാണ് എനിക്കത്. കാരണം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ പെട്ടെന്ന് സൗഖ്യപ്പെട്ടത് തിരിച്ചറിഞ്ഞപ്പോൾ ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവില്ല എന്ന് തോന്നി. നന്ദി.